ചരിത്രത്തിന്റെ താളുകളിൽ ക്രൂരതയുടെ പര്യായമായി രേഖപ്പെടുത്തിയ ഒരു പേരുണ്ട്, അഡോൾഫ് ഹിറ്റ്ലർ. ലോകം കണ്ട ഏറ്റവും വലിയ നരയാട്ടിന്റെയും വംശഹത്യയുടെയും ആൾരൂപം. എന്നാൽ കാലം മാറി, കഥ മാറി എന്ന് അതേ ക്രൂരതയുടെ ചരിത്രത്തെയും ഹിറ്റ്ലർ എന്ന പേരിനെയും ചേർത്ത് പിടിച്ച് ലോകം മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മറ്റാരുമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മധ്യപൂർവേഷ്യയിലെ സമാധാന ചർച്ചകളെ കടപുഴക്കി എറിയാൻ നെതന്യാഹു നടത്തുന്ന ഓരോ നീക്കവും നമ്മുടെ കാലത്തെ ഹിറ്റ്ലർ എന്ന തുർക്കിയുടെ വിളിപ്പേരിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നു. ഇത് വെറും ഒരു ആരോപണമല്ല, കത്തുന്ന രാഷ്ട്രീയ തീജാലകളുടെ മാറുന്ന ലോകക്രമത്തിന്റെ നേർചിത്രമാണ്. സമാധാനത്തിന് മേൽ യുദ്ധത്തിന്റെ കരിനിഴൽ വീഴ്ത്തുന്ന ആ പുതിയ അധികാര കളിയിലേക്ക് നമുക്ക് നോക്കാം. ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ നിരവധി തലങ്ങളുണ്ട്. ആദ്യം നോക്കുമ്പോൾ ഇത് തുർക്കിയും അല്ലെങ്കിൽ ഇസ്രയേലും തമ്മിലുള്ള വാക്പോരാന്ന് പോലും തോന്നാം. എന്നാൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് ഇറാൻ അമേരിക്ക ബന്ധം, ഗസ യുദ്ധം, ലബനാനിലെ സംഘർഷം, മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നിവയെല്ലാം ചേർന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ്. തുർക്കി പ്രസിഡന്റ് റജബ് തായിബ് എർദോഗൻ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന വെടിനിർത്തൽ സമാധാന ചർച്ചകളെ കുറിച്ച് പ്രതികരിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹു അദ്ദേഹത്തെ വിമർശിച്ചത്. അതിന് മറുപടിയായിട്ടാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം ശക്തമായിട്ടുള്ള ഭാഷ പ്രയോഗിച്ചത്. തുർക്കിയുടെ പ്രതികരണം പുതിയതല്ല. ഗസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉയർത്തിയ രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. ഗസയിൽ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതും മാനുഷിക പ്രതിസന്ധി രൂക്ഷമായതും സംബന്ധിച്ച് എർദോഗൻ പലവട്ടം ഇസ്രയേൽ നടപടികളെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹുവിനെതിരായിട്ടുള്ള ഇപ്പോഴത്തെ പരാമർശം ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നതിലുപരി നീണ്ടു നിൽക്കുന്ന നയതന്ത്ര സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് കാണേണ്ടത്. തുർക്കി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം നെതന്യാഹുവിനെതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായിട്ടുള്ള കുറ്റങ്ങളും ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നിയമ സംവിധാനങ്ങളിൽ കേസുകൾ നിലനിൽക്കുന്നതായിട്ടും ഗസയിലെ നടപടികൾ കാരണം ഇസ്രയേൽ കടുത്ത അന്താരാഷ്ട്ര വിമർശനം നേരിടുന്നതായിട്ടും തുർക്കി ചൂണ്ടിക്കാട്ടി. ഈ ഒരു പരാമർശം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, അന്താരാഷ്ട്ര നിയമവും മനുഷ്യാവകാശ ചർച്ചകളും ഇപ്പോൾ മധ്യപൂർവേഷ്യൻ നയതന്ത്രത്തിന്റെ കേന്ദ്ര വിഷയമായിട്ട് മാറി എന്നതിന്റെ സൂചന കൂടിയാണ്. അതേസമയം നെതന്യാഹുവും ഈ വിഷയത്തിൽ സ്വന്തം രാഷ്ട്രീയ ആവശ്യകതകളുണ്ട്. അതായത് ഇസ്രയേലിനകത്ത് അഴിമതി കേസുകളും ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളും അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. സുരക്ഷാ സാഹചര്യം ചൂണ്ടിക്കാട്ടി വിചാരണ നടപടികൾ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ പുറത്തുനിന്നുള്ള സുരക്ഷാ ഭീഷണികളെ മുൻനിരയിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് ആഭ്യന്തര രാഷ്ട്രീയമായിട്ട് ഗുണകരമാകാമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാൻ, ഹിസ്ബുള്ള, ഹമാസ്, തുർക്കി എന്നിവരെ വിമർശിക്കുന്ന ശക്തമായിട്ടുള്ള ദേശീയ സുരക്ഷാ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള മാർഗമായിട്ടും പ്രവർത്തിക്കാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകളാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ യഥാർത്ഥ കേന്ദ്രം. വർഷങ്ങളായിട്ട് പരസ്പര വൈദൂര്യത്തിൽ നിൽക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ അല്ലെങ്കിൽ പരിധിയിലുള്ള ധാരണയെങ്കിലും ഉണ്ടാകുമെങ്കിൽ അത് മുഴുവൻ മേഖലയുടെയും രാഷ്ട്രീയ ചിത്രം മാറ്റാൻ ഇടയാക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിൽ ഉണ്ടായേക്കാവുന്ന ധാരണയെക്കുറിച്ച് പലതരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു കരാർ ഉണ്ടാകുന്നത് ഇസ്രായേലിന്റെ സുരക്ഷാ സമീപനത്തെ ബാധിക്കുമെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. കാരണം ഇറാനെതിരായിട്ടുള്ള സമ്മർദ്ദ നയം ശിഥിലമാകുന്നത് ഇസ്രായേൽ നഷ്ടപ്പെടില്ല എന്നതാണ് അവരുടെ വിലയിരുത്തൽ. തുർക്കിയുടെ ആരോപണം ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഇതിനിടെ ലബനാനിലെ സ്ഥിതിഗതികളും ആശങ്കാജനകമാണ്. ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആക്രമണം തുടരുമ്പോൾ ബെറൂട്ടിൽ നടന്ന ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഗസയ്ക്ക് ശേഷം ലബനാൻ ഫ്രണ്ട് തുറക്കപ്പെടുന്നത് പ്രദേശവ്യാപക യുദ്ധസാധ്യത വർദ്ധിപ്പിക്കുമെന്നത് ആശങ്കയുണ്ട്. ഇറാൻ അമേരിക്ക ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നത് സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. എന്നാൽ ഈ വാക്പോരിന് പിന്നിൽ അപകടകരമായിട്ടുള്ള യാഥാർത്ഥ്യമുണ്ട്. മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഓരോ നയതന്ത്ര പ്രസ്താവനയും യുദ്ധമേഖലയിലെ യഥാർത്ഥ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ മറ്റേ ഭാഗത്ത് ബോംബാക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുന്നു. അതിനാൽ ഇത്തരം ഒരു പരാമർശങ്ങൾ വെറും ഒരു മാധ്യമ ശ്രദ്ധ നേടാനുള്ള രാഷ്ട്രീയ വാചകങ്ങൾ മാത്രമല്ല, മേഖലയിലെ അടുത്ത നീക്കങ്ങൾ സൂചിപ്പിക്കുന്ന സിഗ്നലുകളായും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി ഇസ്രയേലും തുർക്കിയും ഒരു കാലത്ത് സൈനിക വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഗസയും പലസ്തീൻ വിഷയം കേന്ദ്രമാക്കി കഴിഞ്ഞ വർഷങ്ങളിൽ ബന്ധം കടുത്ത
രീതിയിൽ മോശമാകുകയായിരുന്നു. ഇപ്പോഴത്തെ പരസ്പര ആരോപണങ്ങൾ ഈ ഒരു ബന്ധം പഴയ നിലയിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്നതും വ്യക്തമാക്കുന്നുണ്ട്. ആകെ കൂടി നോക്കുമ്പോൾ നെതന്യാഹുവിനെതിരെ തുർക്കി നടത്തിയ പരാമർശം ഒരു വ്യക്തിയെ ലക്ഷ്യമിട്ട ആക്രമണം എന്നതിലുപരി മധ്യപൂർവേഷ്യയിലെ പുതിയ ശക്തി പോരാട്ടത്തിന്റെ പ്രതീകമാണ്. ഇറാൻ അമേരിക്ക ചർച്ചകൾ വിജയിക്കുമോ? ലെബനാനിലെ യുദ്ധം വ്യാപിപ്പിക്കുമോ? ഗസയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുമോ? ഇസ്രയേലിനകത്തെ ആഭ്യന്തര രാഷ്ട്രീയ മാറ്റങ്ങൾ എന്താകും? ഈ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വരാനിരിക്കുന്ന ആഴ്ചകളിൽ മേഖലയുടെ ഭാവി നിർണ്ണയിക്കും. എന്നാൽ ഇപ്പോൾ വ്യക്തമായ ഒരു കാര്യമുണ്ട്. മധ്യപൂർവേഷ്യയിൽ യുദ്ധവും നയതന്ത്രവും ഒരേ സമയം നടക്കുന്ന ഇരട്ട പോരാട്ടക്കാലമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ അമേരിക്കയുടെ സ്ഥിതി അതീവ ദയനീയമാണ്. ഇനി ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിൽ നടന്ന 21 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾ ഫലം കാണാതെ പിരിഞ്ഞപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് പേർഷ്യൻ ഗൾഫിലെ അസ്ഥിരമായിട്ടുള്ള തിരമാലകളിലേക്കാണ്. ഈ സമാധാനത്തിന്റെ അവസാന കവാടവും അടഞ്ഞു എന്ന സൂചന നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രംപ് കാർഡ് പുറത്തെടുത്തിരിക്കുന്നു. അത് നയതന്ത്രമല്ല, മറിച്ച് നാവികസേനയുടെ കരുത്താണ്. എന്നാൽ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇറാന്റെ പരമാധികാരവും പ്രാദേശിക താല്പര്യങ്ങളും എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യപ്പെടുമെന്നത് വരും ദിവസങ്ങളിലെ വലിയ ചോദ്യമാണ്. പാകിസ്ഥാന്റെയും ചൈനയുടെയും മധ്യസ്ഥതയിൽ രൂപപ്പെട്ട 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഒരു മാറ്റത്തിന് വഴി തുറക്കുമെന്ന് ലോകം പ്രത്യാശിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുടെ അപ്രായോഗികമായിട്ടുള്ള നിബന്ധനകൾ ചർച്ചകളെ സ്തംഭിപ്പിച്ചു എന്നതാണ് ഇറാനിൽ നിന്നുള്ള പ്രാഥമിക വിലയിരുത്തലുകൾ. വൈസ് പ്രസിഡന്റ് JD വാട്സ് മുന്നോട്ട് വെച്ച അവസാനവും മികച്ചതുമായിട്ടുള്ള ഒരു ഓഫർ യഥാർത്ഥത്തിൽ ഇറാന്റെ ആണവ മിസൈൽ ശേഷികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള ഒരു ഏകപക്ഷീയമായിട്ടുള്ള ആവശ്യമായിരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുമ്പോഴും തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെയും സാങ്കേതിക മുന്നേറ്റങ്ങളെയും പണയപ്പെടുത്താൻ ഇറാൻ തയ്യാറല്ല. അമേരിക്ക ആവശ്യപ്പെട്ട പരിശോധിക്കാവുന്ന അന്ത്യം എന്ന വ്യവസ്ഥ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇറാൻ കാണുന്നത്. സമാധാന ചർച്ചകളിൽ നല്ല വിശ്വാസം പ്രകടിപ്പിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ചർച്ചാമേശയ്ക്ക് പുറത്ത് സൈനിക നീക്കങ്ങൾ സജീവമാക്കിയത് സമാധാനമല്ല, മറിച്ച് കീഴടങ്ങലാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നതിന്റെ തെളിവായിട്ട് ഇറാൻ അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകത്തിലെ മൊത്തം ഊർജ്ജ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ്. USS ഫ്രാങ്ക്, പീറ്റേഴ്സ്, USS മൈക്കൽ മർഫി തുടങ്ങിയ വിനാശകാരികളായിട്ടുള്ള യുദ്ധക്കപ്പലുകൾ കടലിടുക്കിലേക്ക് പ്രവേശിച്ചത് മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചിരിക്കുകയാണ്. മൈൻ വീപ്പിംഗ്, അതായത് മൈനുകൾ നീക്കം ചെയ്യൽ എന്ന ഈ ഒരു പേരിൽ അമേരിക്ക നടത്തുന്ന ഈ ഒരു നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും തങ്ങളുടെ സമുദ്ര അതിർത്തിക്കുള്ളിലെ പ്രകോപനമാണെന്നും ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ ഒരു നാവിക സമ്മർദ്ദം ആഗോള വിപണിയെ സ്ഥിരപ്പെടുത്താനാണെന്ന വാദം ഒരു മറ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇറാനെ സാമ്പത്തികമായിട്ട് ഒറ്റപ്പെടുത്താനും അവരുടെ ഏക ഉപജീവന മാർഗമായിട്ടുള്ള എണ്ണ വ്യാപാരത്തെ നിയന്ത്രിക്കാനുമാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇതിനെതിരെ കടുത്ത മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ഇറാൻ നിലയുറപ്പിക്കുമ്പോൾ ഒരു ചെറിയ പിഴവ് പോലും വൻകിട ശക്തികൾക്ക് തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. സ്വന്തം മണ്ണിലും ജലത്തിലും അമേരിക്കൻ സാന്നിധ്യം അനുവദിക്കില്ല എന്ന ഇറാന്റെ ഉറച്ച നിലപാട് മേഖലയിലെ വിരോധം വർദ്ധിപ്പിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം നമുക്കുണ്ട് എന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം ഒരു അഹങ്കാരമല്ല, മറിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ ഇറാനെ ഭയപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ ഒരിക്കലും പൂർണ്ണമായിട്ട് വഴങ്ങിയിട്ടില്ല എന്നത് കാണാൻ കഴിയും. ഉപരോധങ്ങൾ ഇറാന്റെ സാധാരണ ജനതയെ ബാധിക്കുമ്പോഴും അവർ തങ്ങളുടെ ദേശീയാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ട്രംപിന്റെ മടങ്ങിവരവ് ഇറാന് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ഫ്ലോറിഡയിലെ കൊലപാതകവും കുടിയേറ്റ പ്രശ്നങ്ങളും ഉയർത്തി ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന ട്രംപ് വിദേശ നയത്തിലും അഗ്രസീവായ നിലപാട് സ്വീകരിക്കുന്നത് തന്റെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ കൂടിയാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ലോകത്തിനും താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. ഇറാന്റെ സമ്പുഷ്ടീകരണ ശേഷികൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം അമേരിക്കയുടെ ഇസ്രയേൽ അനുകൂല നയത്തിന്റെ ഭാഗം കൂടിയാണ്. എന്തായാലും ഇസ്ലാമാബാദിലെ ചർച്ചകൾ പരാജയപ്പെട്ടത് പാകിസ്ഥാനും വലിയ തിരിച്ചടിയാണ്. മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിച്ച ചൈനയുടെ നയതന്ത്ര നീക്കങ്ങളെ അമേരിക്ക വില കുറച്ചു കാണുകയാണ്.
വെടിനിർത്തൽ അവസാനിക്കുന്നതോടെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും സജീവമായേക്കാം. ഇത് കേവലം ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. എന്തായാലും മറ്റൊരിടത്ത് ഹിറ്റ്ലർ പതിക്കുമ്പോൾ മറ്റൊരു സൈഡിന് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ പരാജയപ്പെടുന്ന അമേരിക്കയുമുണ്ട്. ഇതിന്റെ നടുവിൽ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇറാനെയാണ് കാണാൻ കഴിയുന്നത്.